ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ. ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് രാവണൻ്റെ ഹോമവിഘ്നത്തെക്കുറിച്ചാണ്. ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിടിനാൻ. അർക്കാത്മജാതിയാം മർക്കട വീരരും അർക്കാനയോത്ഭൂതനാകിയ രാമനും ഒക്കെയൊരുമിച്ചു വാരിതീയം കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരിമുഖ്യ നിശാചരന്മാരെയും ഒക്കെയൊടുക്കിനാനേകാകിയായതും ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു. സൽഗുരു ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാലതേ വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ചെയ്യാമെന്നാൽ നിനക്കിടോ വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും. ബാണതുണി രജാപാശ്വരതാദികൾ വാനവരാലും അജയനാം. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊള്ളുക എന്നോടു സാദരം അന്തരമെന്നിയെ ഹോമം കഴിക്ക. നീ ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിതോ. തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം ദിവ്യമാഹവ്യഗവ്യാധി ഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചത് ശങ്കാവിഹീനം. അകമ്പുക്കു ശ്രുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉത്ഥിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവ. ഹോമം കഴിഞ്ഞു കൂടിയിടുകയില്ലെന്നുമേ നാം അവനോട് തോറ്റിയിടും മഹാരണേ. ഹോമം മുടുക്കുവാനായ ചീടുക സാമോദമാശു കവികുല വീരരെ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്രാംഗദാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിയിലേറിക്കടന്നങ്ങു രാവണ മന്ദിരം പൊക്കുപുരപാലകന്മാരെയും കൊന്നു. മർക്കട വീരരൊരുമിച്ചനാകുലം വാരണവാജിരഥങ്ങളെയും പൊടി ചാരാനുതത്ര ദശാസ്യാഹോമസ്ഥലം. വ്യാജസരമ നിജകര സ്വപ്നയാ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹാദ്വാരബന്ധന ഭാഷണം ആമയഹീനം പൊടിപ്പെടുത്തങ്കത. തത്ര ഗുഹയിലകമ്പുക്ക നേരത്തു നക്തഞ്ചരേന്ദ്രനെ കാണായിതന്തികെ മറ്റുള്ളവർകളും അംഗദനാജ്ഞയാ
തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാർ. കണ്ണു മടച്ചുടൻ ധ്യാനിച്ചിരിക്കും ആ പുണ്യജനാധിപനെ കണ്ടു വാനര. താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊൽകയും സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെയൊരിക്കലെ ഹോമിച്ചു ഖണ്ഡിച്ചിതു ലഘുമേഘാലജാലവും. രാവണൻ കയ്യിലിരുന്ന മഹാശ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താനതു കൊണ്ടു സത്വരം ക്രീഡയാവാനരാശ്രേഷ്ഠൻ മഹാബലം. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേതു മിളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയാകാംക്ഷയാം. മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തന്മണ്ഡലമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിത്രസ്തനീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ, നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര. മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ, നിന്നുടെ മുമ്പിലിട്ടാശു കപിവരരെന്നെ തലമുടി ചുറ്റി പിടിപ്പെട്ടു. പാരിയിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതോ പോരെ പരിഭവം മൂർഖിൽ ജളമതി. എന്തിനായിക്കൊണ്ടു നിന്ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നും ദുർമതി. ജീവിതാശാതെ ബലീയസി മാനസേ ഹാവിധി വൈഭവം എത്രയും അത്ഭുതം. ആർത്തം പുരുഷനു ഭാര്യയല്ലോ ഭുവി ശത്രുക്കൾ വന്നവളെ പിടിച്ചത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമമേവനും. നാണവും പത്നിയും വേണ്ടിയില്ലെന്നവനും തൻ പ്രാണഭയം കൊണ്ടു മൂടൻ മഹാഖലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം. അങ്കദൻ തന്നോടടുത്താനതു കണ്ടു തുംഗശരീരികളായ കവികളും രാത്രിഞ്ചരേശ്വര പത്നിയെയുമായ ചാർത്തു വിളിച്ചു പുറത്തു പോന്നിടിന. ഹോമമശേഷം മുടക്കി വയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതിടിന. മണ്ഡോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. അടുത്തതായി പാരായണം ചെയ്യുന്നത് രാവണ മണ്ഡോദരി സംവാദത്തെക്കുറിച്ചാണ്. നാഥേ, ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ. ജ്ഞാനവിനാശനം ശോകമറിയുക നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം. ശോകഭയക്രോധലോഭമോഹസ്പൃഹ രാഗഹർഷാദി ജരാ മൃത്യുജന്മങ്ങൾ. അജ്ഞാനജങ്ങളകില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലെ കളകനി. ജ്ഞാനസ്വരൂപനാത്മാപരനദ്വയൻ ആനന്ദപൂർണൻ സ്വരൂപൻ അലേപകൻ. ഒന്നിനോടില്ല സംയോഗമതിനു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനം ഇങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനി ശോകം കളക നീ വല്ലഭേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലായികിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പിനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നു കളഞ്ഞുടൻ എന്നോടു കൂടവേ പാവഗന്ധങ്ങൾ പതിച്ചു മരിക്കനി. ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രിച്ചതു കേട്ട മണ്ഡോദരിയും ദശഗ്രീവനോടു പറഞ്ഞാളതു നേരം. രാഘവൻ എന്നെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രയത്തിങ്കലിന്നു ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും. രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു
ഒരു കൂർമ്മമായി ക്ഷീരസമുദ്രമദന കാലേ പുരഘോരമാമന്തരം വൃഷ്ടി ധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമേൽ വച്ചു പൊങ്ങിച്ചതും ഘോരനായൊരു ഹിരണ്യകശുഭൂതൻ മാറിടം കൈനകം കൊണ്ടു പിളർന്നതും മൂന്നടി മണ്ണു ബലിയോട് യാചിച്ചു മൂന്നു ലോകവും മൂന്നടിയായി അളന്നതും ക്ഷത്രിയരായി പിറന്നോരസൂരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വിപതിയായ രാമനിവൻ തന്നെ മാർത്താണ്ഡവംശേ ദശരഥപുത്രന് ധാത്രീസുതവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലെ വന്നു പിറന്നതുമെന്നു ധരിക്കനേ പുത്രവിനാശം വരുത്തുവാനന്തവാ മൃത്യു ഭവിപ്പാനുമായി നീയവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃത നിർലജ്ജനാകയാൽ മൂഢാജളപ്രഭു വൈദേഹിയെ കൊടുത്തിടുക രാമനു സോദരനായി കൊണ്ടു രാജ്യവും നൽകുക രാമൻ കരുണാകരൻ പുനരത്രയും നാമിനി കാനനം വാഴ്ക തപസ്സിനായി മണ്ടോദരി വാക്കു കേട്ടൊരു രാവണൻ ചണ്ഡാപരാക്രമം ചൊന്നാനതു നേരം പുത്രമിത്രമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തിനേകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ ഭാവിച്ച വണ്ണം ഭവിക്കയില്ലെന്നുമേ രാഘവൻ തന്നോട് തീർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠ രാജ്യമനുഭവിച്ചിടുവൻ. അടുത്തതായി പാരായണം ചെയ്യുന്നത് രാമരാവണ യുദ്ധത്തെക്കുറിച്ചാണ്. ഇത്തം പറഞ്ഞു യുദ്ധത്തിനുരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലെ ലങ്കാധിപനു സഹായമായി വേഗേന സംഖ്യയില്ലാത്ത ചതുരംഗസേനയും 10 പടനായകന്മാരും ഒന്നിച്ചു 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാർ. വാരിധി പോലെ പരന്നു വരുന്നതും മാരുതി മുമ്പാം കവികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിന വാനര വീരരെ നിങ്ങളിവരോട് മാനം നടിച്ചു ചെന്നേൽക്കരുതേതുമേ ഞാനിവരോട് പോർ ചെയ്തൊടുക്കിയിടുവൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുകെ വരും എന്നരുൾ ചെയ്തു നിശാചര സേനയെ ചെന്നു ചാടിയിടിനാനേകനാമീശ്വരൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിന് എത്ര നിശാചരരുണ്ടു വന്നേറ്റതിങ്ങത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമന്നിതു സംഗ്രാമ ഭൂമിയുമെന്തൊരു വൈഭവമന്നേരം എന്നോട് തന്നെ പൊരുന്നിതു രാഘവൻ എന്നു തോന്നി രജനീചരർക്കൊക്കവേ 12 നാഴിക നേരമൊരുപോലെ യാതുദാനവലിയോടു രഘുത്തമൻ അസ്ത്രം പരീക്ഷിച്ച നേരമാർക്കും തത്ര ചിത്തെ തിരിച്ചറിയായതില്ലേതുമേ വാസര രാത്രി നിശാചര വാനര മേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതോ മേതുരന്മാരായ രാക്ഷസ വീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞതു പോർക്കളം കാളിയും കൂളിയും കബന്ധങ്ങളും കാള നിശീദിനിയും പിശാചങ്ങളും നായനരിയും കഴുകുകൾ കാകകൾ പേയം പെരുത്തു ഭയങ്കരമാവണ്ണം രാമചാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗെ തുടരെ തുടരെ കേട്ടു ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാർ. ആകാശചാരികളാനന്ദപൂർവകം 12 നാഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം ലക്ഷ്മണൻ താനും വിഭീഷണൻ പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനര വീരരും വന്നിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവൻ അന്നേരം മർക്കട നായകന്മാരോടരുൾ ചെയ്തിത് ഇക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ രാക്ഷസ രാജ്യം
മുഴുവനതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിന് താത സഹോദര നന്ദന വല്ലഭ നാഥ നമുക്കവലംബനമാരയോ വൃദ്ധയായ ഏറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമന് ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം ശൂർപ്പണകയ്ക്കെന്തു കുറ്റമതിൽ പരം പേപ്പെരുമാളല്ലയോ ദശകന്ധരം ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാനൊരു മൂടൻ മഹാപാവി രാവണൻ അർദ്ധപ്രഹര മാത്രേണ ഖരാദിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്തരം വാനരമാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരിതീയിൽ ചിറ കെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നും തോന്നുന്നത് എത്രയും ഉണ്ടോ വിചാരമാപത്തിങ്കലുണ്ടാവും സിദ്ധമല്ലെങ്കിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരി ചീടിനാൻ ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നന്നായി വരുമവൻ നീചനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചാനിതു തന്മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാത്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടു താൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ ബ്രഹ്മസ്വമായതും ദേവസ്വമായത് നിർമര്യാദ മടക്കിനാനേറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പേടിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൻ കശ്മലൻ അർത്ഥമന്യായേന നിത്യമാർജിക്കുകയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കുകയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടയ്ക്കുകയും പാരംഗുരുജന ദോഷവുമുണ്ടിവനാരെയുമില്ല കൃപയുമൊരിക്കലും ഇമ്മഹാപാപി ചെയ്തൊരു കർമ്മത്തിന് നമ്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ ഇത്തംപുര സ്ത്രീജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചര ധിപൻ കേട്ടു ദുഃഖാർത്തന ശത്രുക്കളെ കൊന്നൊടുക്കുവാനിന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തര ഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകി തുടങ്ങിനാരേറ്റവും ദുർനിമിത്തങ്ങളുണ്ടായതനാധരിച്ചുന്നതനായ നിശാചര നായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപലമെന്നിയെ വാനരവീരരും രാക്ഷസരോട് താരതു കണ്ടേറ്റം ഊക്കോടെടുത്തു നിശാചര വീരരും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാവണ്ണം പൊരുതാരതു നേരം വാഹനമാകിയ വാരണവീരനെ സാഹസം കൈകൊണ്ട് വാനരരാജനും കൊന്നതു കണ്ടു വിരൂപ വിലോചനം ചെന്നിതു വാളും പരിചയം കൈക്കൊണ്ടു കുന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കബീരാജനും നന്നായിതെന്നു വിരൂപാക്ഷനും അതാ വെട്ടിനാൻ വാനര നായക വക്ഷസി പുഷ്ടകോപത്തോടു മർക്കടരാജനും നെറ്റിമേലൊന്നടിച്ചാനതു കൊണ്ടവൻ തെറ്റൊന്നു കാലപുരം ബുക്കുമേവിനാൻ തേരിലേറിക്കൊണ്ടെടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവനവനെയും മൃത്യുപുരത്തിനയച്ചതു കണ്ടതേ ക്രുദ്ധനായി വന്നെടുത്താൻ മഹാപാർശ്വനും അങ്കദൻ കൊന്നാനവനെയും അന്നേരം പൊങ്ങും മിഴികളോടാശരാധീശനും പോർമതത്തോടു മടുത്തു കവികളെ താമശാസ്ത്രം കൊണ്ട് വീഴ്ത്തിനാനൊഴിയെ രാമനും ഐന്ദ്രാസ്ത്രം എയ്തു തടുത്തിതു താമശാസ്ത്രത്തെയും അപ്പോൾ ദശാനൻ ആസുരമസ്ത്രമീതാനതു വന്നളവ് ആതുരന്മാരായിതാശു കവികളും വാരണാസുകര കുക്കുട പ്രോഷ്ടുക സാരമേയോരക സൈരിഭമായ വാനരാസിംഹ രുരുവൃഗ കാക രുദ്രാനനമായി വരും ആസുരാസ്ത്രാത്മക മുൽഗരപ്പെട്ട സശക്തി പരശ്വത ഖഡ്ഗശൂല പ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടളവാഗ്നേയമസ്ത്രമീതാൻ മനൂവീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യനഗ്നിയെന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞള വാസുരമസ്ത്രവും പൊയ്മറഞ്ഞു ബലാൽ അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമെയ്ത അൽപേതരായുധം കാണായുധന്തികെ ഗന്ധർവമസ്ത്രം പ്രയോഗിച്ചതീനെയും ശാന്തമാക്കിയിടിനാൻ മാനവവീരന് സൗര്യാസ്ത്രമെയ്താൽ ദശാനനേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തതം ഖണ്ഡിച്ച നേരമാ ഖണ്ഡലാവൈര്യം
ചണ്ഡകാരാംശു സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചളവ് ഉത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെയ്താനതു കൊണ്ടുടൽ കീറി മുറിഞ്ഞിതു നക്തഞ്ചരേന്ദ്രനും ലക്ഷ്മണൻ 7 ശരങ്ങളാലൂക്കോടും തൽക്ഷണിക്കേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടിനാൻ 5 ശരമിതു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചതു ചാപവം അശ്വങ്ങളെ ഗത കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാനതു നേരം ദശാനനൻ ഭൂതലേ ചാടി വീണാശുബേൽ കൊണ്ടതി ക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചത് ബാണങ്ങൾ 3 കൊണ്ട് ഇതു മുറിച്ചതു വീണിതു 3 നൂറുങ്ങി മഹീതലെ അപ്പോൾ വിഭീഷണെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നമ്മയൻ കൊടുത്തൊരു വേൽ കൈക്കൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽപ്പൊക്കു ബാണങ്ങളെയ്തിതു നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൽ ലക്ഷ്മണൻ തന്നോട് നന്നു നീ എത്രയും രക്ഷിച്ചവാറോ വിഭീഷണനെ തഥാ രക്ഷിക്കൽ നന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നതു കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്കവേലിതം എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാനുടൽ വിത്രസ്തനായി തത്ര വീണു കുമാരനും വേൽക്കൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽക്കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി ശക്തി പറിപ്പതിനാർക്കും കവികൾക്കു ശക്തി പോരാനൂര് ഗൂകുല നായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടൻ കോപമോടു മുറിച്ചെറിഞ്ഞിടിനാൻ മിത്രതനായ സുഷേണ ജഗൽപ്രാണ പുത്രാദികളോടരുൾ ചെയ്തിതാതരാൻ ലക്ഷ്മണൻ തന്നെ ചുറ്റുമിരുന്നിനെ രക്ഷിച്ചു കൊൾവിൻ വിഷാദിക്കരുതേതം ദുഃഖസമയമല്ലിപ്പോൾ ഉഴറ്റോടു രക്ഷോവരനെ വധിക്കുന്നതുണ്ട് ഞാൻ കല്യാണം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുവിൻ നിങ്ങൾ എല്ലാവരും ഇന്നു മൽക്കര കൗശലം ശക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജാതികളോടും ഒരുമിച്ചു വാരീതിയിൽ ചിറ കെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലമിപ്പോൾ അഭിമുഖനായതു രാവണനും രാഘവനും കൂടി മേവുക ഭൂമിയിൽ എന്നുള്ളതല്ലിനി രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവാൻ നിർണയം മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിലാൻ സപ്തദീപങ്ങളും സപ്താംബുദികളും സപ്താചലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരീജുനാൻ ആയോധനെ ദശകണ്ഠനെ കൊൽവാനൊരായുധപാണി എന്നാകിൽ നിസംശയം ദേവാസുരചാരണ താപസരേവരും കണ്ടറിയണം മമ ഫലം ഇത്തമരുൾ ചെയ്ത് നക്തഞ്ചരേന്ദ്രനോട് അസ്ത്രങ്ങളെയ്തു യുദ്ധം തുടങ്ങിയിടിനാൻ തത്സമം ബാണം നിശാചരാധീശനും ഉത്സാഹം ഉൾക്കൊണ്ടു തൂകി തുടങ്ങിന രാഘവ രാവണന്മാർ തമ്മിലിങ്ങനെ മേഘങ്ങൾ മാറി ചൊരിയുന്നതുപോലെ ബാണാഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിൽ ആദി മുഴുത്തൂര് ഗോകുല നായകൻ താരേയതാതനോടേവമരുൾ ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതം മമ ഭൂതലെ വാഴ്കയിൽ നല്ലതെന്നേക്കിനി ഭ്രാതാവു തന്നോടുകൂടെ മരിപ്പതും വിൽപ്പടിയം മുറുകുന്നതില്ലേതുമേ കെൽപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ നിൽപ്പാനുമേതു മരുതു മനസ്സിനും വിഭ്രമമേറി വരുന്നിതു മേൽക്കുമേ ദുഷ്ടനെ കൊൽവാനുപായവും കണ്ടീല നഷ്ടമായി വന്നിതു മാനവും മാനസേ ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിടിന ദേഹത്തിനേതം നിറമ്പകർന്നീലൊരു മോഹമത്രേ കുമാരനെന്നും നിർണയം വക്രനേത്രങ്ങൾക്കുമേതം വികാരമില്ലത്ത തീർന്നിപ്പോൾ ഉണരും അവരജൻ എന്നുണർത്തിച്ചനിൽ ആത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും മുന്നേ കണക്കെ വിശല്യാകരണിയാകുന്ന മരുന്നിന്നു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോട് ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ നസ്യവും ചെയ്തു സുഷേണൻ കുമാരനാൽ അസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിന
പിന്നെയും ഔഷധ ശൈലങ്കബീവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ. തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും. നിന്നുടെ പാരവശ്യം കാൺക കാരണം എന്നുടെ ധൈര്യവും പോയിതു മനസ്സേ എന്നതു കേട്ടുര ചെയ്തു കുമാരനും. ഒന്നു തിരുമനസിങ്കലുണ്ടാകണം സത്യന്തബോധനന്മാരോട് ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ത്രൈലോക്യ കണ്ടകനാമിവനെ കൊന്നു പാലിച്ചു കൊൾക ജഗത്രയം വൈകാതെ. ലക്ഷ്മണൻ ചൊന്നതു കേട്ടു രഘുത്തമൻ രക്ഷോപരനോട് എതിർത്താൻ അതിദ്രുതം. തേരുമൊരുമിച്ചു വന്നു ദശാസിനും പോരിനു രാഘവനോട് എതിർത്തിടിനാൻ. പാരിൽ നിക്ഷാകു വംശതിലകനും തേരിൽ നിന്നാശര വംശതിലകനും പോരതി ഘോരമായി ചെയ്തൊരു നേരത്തു പാരമിളപ്പൻ്റെ ഗൂത്തമനുണ്ടെന്നു നാരദനാദികൾ ചൊന്നതു കേൾക്കയ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതലിയോട് ചൊന്നാൻ മമ സ്യന്തനം കൊണ്ടക്കൊടുക്ക നീ വൈകാതെ. ശ്രീരാഘവനു ഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ. മാതലീതാനതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിലിഴിഞ്ഞു ചൊല്ലിടിനാൻ. രാവണനോടു സമരത്തിനിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാവിട കൊണ്ടിതു തേരിലാശു കരേറുക പോരിനായി മാരുത തുല്യവേഗേന നടത്തുവൻ എന്നതു കേട്ടൊരഥത്തെയും വന്നിച്ചു. മന്നവൻ തേരിലം മാറു കരേറിനാൻ. തന്നോട് തുല്യനായി രാഘവനെ കണ്ട് വിണ്ണിലം മാറുന്നു നോക്കി ദശാനനൻ. പേമഴ പോലെ ശരങ്ങൾ തൂക്കിയിടിനാൻ. രാമനും ഗാന്ധർവമസ്ത്രമേതിയിടിനാൻ. രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജന് രൂക്ഷമായത്രയും. ക്രൂരനാഗങ്ങളാം അസ്ത്രത്തെ മാറ്റുവാൻ ഗാരുഡമസ്ത്രമേതു രഘുനാഥനും. മാതലിമേലും ദശാനനൻ ബാണങ്ങൾ ഇതു കൊടിയും മുറിച്ചു കളഞ്ഞതു. വാജികൾക്കും ശരമേറ്റേറ്റു പുനരാജിയും ഘോരമായി വന്നു. രഘുവരൻ കൈകാൽ തളർന്നു തട്ടിൽ നിൽക്കും വിധ കേകസി നന്ദനായ വിഭീഷണൻ ശോകാതിരേകം കലർന്നു നിന്നിടിനാൻ. ലോകരൂമേറ്റം വിഷാദം കലർന്നിതു. കാലാപുരത്തിനായി എപ്പേനിനി എന്നു ശൂലം പ്രയോഗിച്ചിതാശരാധീശനും അസ്ത്രങ്ങൾ കൊണ്ടു തടപ്പൊറാഞ്ഞോർത്തുടൻ. വൃത്രാരി തന്നെ തേരിയിലിരുന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും. 10 നുറുങ്ങി വീണു തത്ര ശൂലവും. നക്തഞ്ചരേന്ദ്രന്റെ തുരകങ്ങളെ ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചിതു രാഘവൻ. സാരഥി തേരും തിരിച്ചടി ചാർത്തനായി പോരിലൊഴിച്ചു നിർത്തിയിടിനാനന്നേരം. ആലസ്യമൊട്ടകന്നൊരു നേരം തത്ര പൗലസ്ത്യനും സൂതനോട് ചൊല്ലിടിന. എന്തിനായിക്കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാലന്തമായി ഞാനത്ര ദുർബലനാകയോ. കൂടലോരോടെതിർത്താൽ ഞാനൊരുത്തനോടോടിയൊളിച്ചവാറെന്നു കണ്ടു ഭവാൻ. നീയല്ല സൂതനെ നിക്കിനി രാമനു നീയതി ബാന്ധവനെന്നറിഞ്ഞേനഹം. ഇത്തന്നിശാചരാധീശൻ പറഞ്ഞതേനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ. രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല മൽസ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ലമേ. രാമനോടേറ്റു പൊരുതു നിൽക്കുന്നേരം അമയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ. സ്നേഹം ഭവാനെ ചേറ്റമാകയാൽ മോഹമകലുവോളം പോർക്കളം വിട്ടു ദൂരെ നിന്നാലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കണമെന്നു കൽപ്പിച്ചത്രയും. സാരഥി താനറിയണം മഹാരഥന്മാരുടെ സാധവും വാചികൾ സാധവും വൈരികൾക്കുള്ള ജയാജയകാലവും പോരിൽ നിമ്നോന്നതദേശവിശേഷവും എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സുതൻ പ്രഭു. എന്നതു കേട്ടു തെളിഞ്ഞതാ രാവണൻ ഒന്നു പുണർന്നൊരു കൈവളയും കൊടുത്തെന്നിനി തേരടുത്താശു കൂട്ടിയിടുക പിന്നോക്കമില്ലിനിയൊന്നുകൊണ്ടുമിടോ. ഇന്നോടു നാളെയോടൊന്നു തിരിഞ്ഞിടം മന്നവനോടുള്ള പോരെന്നറിയുക നീ. സൂതനും തേരതി വേഗേന കൂട്ടിന ക്രോധം മുഴുത്തങ്ങടുത്തിതു രാമനും. തങ്ങളിലേറ്റമണഞ്ഞു പൊരുതളവങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ. അടുത്തതായി പാരായണം ചെയ്യുന്നത് അഗസ്ത്യാഗമനവും ആദിത്യ സ്തുതിയെക്കുറിച്ചുമാണ്. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കും നേരം എങ്ങനെയെന്നറിഞ്ഞീലഗസ്ത്യൻ്റെതാ രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാൻ. ആകാശദേശ പ്രഭാകരാസന്നിപൻ വന്നിച്ചു നിന്നു രഘുകുലനാഥനായി ആനന്ദമിയെന്നരു ചെയ്താനഗസ്ത്യനും. അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോഴിവിടേക്ക് വന്നതു
ഞാനിടോ താപത്രയം വിഷാദവും തീർന്നു പോമാപത്തു മറ്റുള്ളവയുമകന്നുവും ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കും ആയുസ്സും സൽകീർത്തി വർദ്ധനം നിത്യമാദിത്യഹൃദയമന്ത്രമിത്തുത്തമമെത്രയും ഭക്ത്യാ ജപിക്കടോ ദേവാസുരോരക ചാരണ കിന്നര താപസ ഗുഹ്യക യക്ഷരക്ഷോ ഭൂത കിംപുരുഷാപ്സരോ മനുഷ്യാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തഞ്ഞി ഭജിപ്പതും ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരി ബ്രഹ്മനും വിഷ്ണുവും ശ്രീമഹാദേവനും ഷൺമുഖന്താനം പ്രജാപതി വൃന്ദവും ശക്രനും വൈശാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ധിക്കരി വൃന്ദവും വാരണവക്രനും ആര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനിപുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും വിസിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരുമുരക സമൂഹവും വാരമാസർത്തു സംവത്സര കൽപ്പാധികാരകനായതൻ സൂര്യനിവൻ തന്നെ വേദാന്തവേദ്യനാം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞ സേവിതൻ പൂഷാവിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ ത്വഷ്ടാദിനകരൻ ഭാസ്കരൻ നിത്യനഹസ്കര നീശ്വരൻ സാക്ഷി സവിതാ സമസ്തലോകേക്ഷണൻ ഭാസ്വാൻ വിവസ്വാൻ നഭസ്വാൻ ഗഭസ്തിമാൻ ശാശ്വതൻ ശംഭോ ശരണ്യൻ ശരണധൻ ലോകാശിശീരാരി ഘോരതിമീരാരി ശോകാപഹാരി ലോകാലോകവിഗ്രഹൻ ഭാനുഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശനാർജുനാശൻ സകലേശ്വരൻ സുപ്തജനാവാബോധപ്രദൻ മംഗളൻ ആദിത്യൻ അർക്കൻ അരുണൻ അനന്തകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡൻ അംശുമാൻ ഉഷ്ണകിരണൻ മിഹിരൻ വിരോചനൻ പ്രദ്യോതനൻ പരൻ ഖദ്യോതനുദ്യോതൻ അദ്വയൻ വിദ്യാവിനോദൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണം വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭവം വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്തനാഗതിപ്രദം ചണ്ഡകിരണൻ തരണീദിനമണി പുണ്ടരീകപ്രബോധപ്രദനര്യമ ദ്വാദശാത്മാ പരമാത്മാ പരാപരനാദിദേയൻ ജഗദാദിഭൂതൻ ശിവൻ ഖേദവിനാശനൻ കേവലാത്മാബിന്ദു നാദാത്മകൻ നാരദാദി നിഷേവിതൻ ജ്ഞാനസ്വരൂപനൻ ജ്ഞാനവിനാശനൻ ധ്യാനിച്ചു കൊള്ളുക നീ നിത്യമിദേവനെ സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക സന്താപനാശകരായ നമോ നമ അന്ധകാരാന്ധകാരായ നമോ നമ ചിന്താമണി ചിദാനന്ദായ തേ നമ നിഹാരനാശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമഃ സ്ഥാവരജംഗമാചാര്യായ തേ നമോ ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമഃ സത്വപ്രധാനായ തത്വായ തേ നമഃ സത്യസ്വരൂപായ നിത്യം നമോ നമഃ ഇത്യമാദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം ചിത്തം തെളിഞ്ഞഗസ്ത്യോക്തി കേട്ടത്രയും ഭക്തി വർദ്ധിച്ചുക ഗുസ്തനും കൂപ്പിനാൻ പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാധരൂപാന്തേ മരുവിനാൻ. ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം.